ഇവിടയിൽ ഇന്നത്തെ കുറേ ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ്. മോസ്കോയിൽ കനത്ത മഞ്ഞ് വീഴ്ച. ഏതാണ്ട് 150 വർഷങ്ങൾക്ക് മുമ്പ് എന്തായിരുന്നു അവസ്ഥ, ആ ഒരു അവസ്ഥയിലേക്ക് തിരികെ പോകുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ വർഷങ്ങളിലെങ്ങും ഉണ്ടാകാത്ത രീതിയിലാണ്. ഏതാണ്ട് -30°C വരെയാണ് ഇപ്പം അവിടുത്തെ ടെമ്പറേച്ചർ. കടുത്ത മഞ്ഞ് വീഴ്ചയാണ്. ഈ സാഹചര്യത്തിൽ യുദ്ധം ഒരു സൈഡിൽ പുരോഗമിക്കുന്നുണ്ട്, അതൊരു സൈഡിൽ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഇതിൽ ഈ റഷ്യയുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ജർമ്മനിക്കും ഇന്ത്യക്കും ഇടയിൽ നടന്ന ആ ഒരു മീറ്റിംഗ് ഇന്ന് ഒരു 3 ദിവസത്തെ കൂടിക്കാഴ്ച, 3 ദിവസത്തെ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ജർമ്മനിയുടെ വലിയൊരു ടീം തന്നെയാണ് ഇന്ത്യയിൽ എത്തിയത്. അപ്പോൾ അതിൽ 2-3 വിഷയങ്ങളിലേക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് ജർമ്മനിയുടെ സൈഡിൽ നിന്നും അതുപോലെ തന്നെ അതിന് മറുപടി കൊടുക്കുന്ന രീതിയിൽ ഇന്ത്യയുടെ സൈഡിൽ നിന്നും കൃത്യമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് ഡയലോഗ് കൈമാറിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും നിലവിലെ ഇറാൻ്റെ ഒരു അവസ്ഥയിലേക്ക് കടന്നു കഴിഞ്ഞാൽ, ഇറാനിൽ 5 നഗരങ്ങളിൽ IRGCക്ക് സോളിഡാരിറ്റി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള റാലി അതവിടെ സംഘടിപ്പിക്കപ്പെട്ടു. IRGCയിൽപ്പെട്ട കുറേ സോൾജേഴ്സും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ പ്രതിഷേധകർക്കിടയിൽ ശരിക്കും കുറേ ആൾക്കാർ IRGCയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള കുറേ ആൾക്കാർ ഇതിനകത്ത് നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നുള്ളത് ഇറാൻ്റെ വാദം. പക്ഷെ അതേസമയം അമേരിക്ക കൃത്യമായിട്ടുള്ള താക്കീതാണ് ഇറാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇറാൻ ഇങ്ങനെ കൃത്യമായിട്ടുള്ള താക്കീത് കൊടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇറാൻ ഇന്ന് കൃത്യമായിട്ട് ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അരക്ചി കൃത്യമായിട്ട് അമേരിക്കയ്ക്കെതിരെയുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു വെക്കാനുണ്ടായത്. അപ്പോൾ പറഞ്ഞു വെച്ചത് എന്താണെന്ന് പറഞ്ഞാൽ, അമേരിക്ക നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ മിലിറ്ററി ഓപ്പറേഷൻ ഇറാനെതിരെ തുടങ്ങും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്താണ് ഇറാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇറാൻ കാണിച്ചു തരാമെന്നാണ് ഇറാൻ വെല്ലുവിളി നടത്തിയിരിക്കുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള വെല്ലുവിളിയൊന്നും ഇറാൻ ഉയർത്തേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ, അമേരിക്ക വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ അവർ B-2 ബോംബർ എടുത്തുകൊണ്ട് വന്നിട്ട് ബോംബിട്ടിട്ട് പോകും. അത് അവരുടെ ഒരു സ്വഭാവമാണ്, അവരുടെ ഒരു ശൈലിയാണ്. പക്ഷെ അതേസമയം ഇറാൻ മനസ്സിലാക്കേണ്ടത് വേറെ ഒന്നുമല്ല. ഇപ്പം എത്ര തന്നെ കഷ്ടപ്പെട്ട് ഇറാൻ ഇപ്പം ഈ റെജിം ചേഞ്ചിനെയൊക്കെ മറികടക്കുന്ന സാഹചര്യമാണ് ഇപ്പം രൂപപ്പെടുന്നത്. അതായത് ഇപ്പം റെജിം ചേഞ്ച് എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന ഒരു സംഗതിയല്ല എന്നുള്ളതാണ് ഇറാന്റെ ഉള്ളിലുള്ള ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ഈ മറ്റുള്ള ആഗോള തരത്തിലൊക്കെ പ്രതിഷേധങ്ങൾ നടക്കുന്നതെല്ലാം തന്നെ ഇറാനിന്റെ പുറത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. അവർ ഇറാന്റെ ഉള്ളിൽ ഒരിക്കലും ഇപ്പം കടന്നു വരില്ല. അവർ ഇപ്പോഴെന്നല്ല, പല വർഷങ്ങളായിട്ട് തന്നെ അവർ ഇറാന്റെ ഉള്ളിലേക്ക് കടന്നു വന്നിട്ടില്ല. കാരണം ഇവരുടെ ഒരു രീതി വെച്ചിട്ട് ഇറാൻ ഇവരെ കാണുന്നത് വിമതരായിട്ടാണ്. ഒരു റെജിം ചേഞ്ച് ഒരു പരിധിവരെ ഈ മറ്റുള്ള മീഡിയ എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ അത്ര എളുപ്പത്തിൽ നടക്കുന്ന ഒരു സംഗതിയല്ല എന്നുള്ളതാണ് നിലവിലുള്ള ഇറാന്റെ അവസ്ഥ വെച്ച് നോക്കി കഴിയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതേപോലെ ഈ പ്രതിഷേധകർക്കിടയിൽ സാധാരണക്കാരായിട്ടുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഈ സാധാരണക്കാരെല്ലാം തന്നെ ഇപ്പം ഇച്ചിരി മാറി നിൽക്കുന്ന സാഹചര്യമാണ്. അതിന് കാരണം പ്രധാനമായിട്ടും IRGC തുടരെ വെടിവെക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രതിഷേധം അവിടെ മൊത്തത്തിൽ കെട്ടടങ്ങിയെന്നില്ല. ശരിക്കും അവിടെ പ്രതിഷേധം ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അവരൊന്നും അറിയാതെ ഈ പ്രതിഷേധത്തിൽ പോയി പങ്കുചേരുന്നു. അങ്ങനെ പങ്കുചേരുന്നതിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന പറഞ്ഞാൽ IRGC ഇവർക്കെതിരെ വെടിയുതിർക്കുക. അപ്പോൾ അതുകൊണ്ട് ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാർ ഒരുപാട് അവിടെ കൊല്ലപ്പെടുന്നുണ്ട്. ഈ പൊതുജനങ്ങൾ കുറച്ച് ഈ ഒരു പ്രതിഷേധത്തിൽ നിന്ന് മാറി നിൽക്കുന്ന സാഹചര്യമാണ് അവിടെ ഉണ്ടാകുന്നത്. ഇത് കഴിഞ്ഞാൽ ഇറാൻ ഒരു വലിയൊരു സംബോധന ചെയ്തിട്ടുണ്ട്. ആ സംഭവം വേറെ ഒന്നുമല്ല, ഈ ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് എന്ന് പറഞ്ഞ ആ ഒരു ഇന്റർനെറ്റ് ഉണ്ടല്ലോ, ആ എൻറ്റയർ ഇന്റർനെറ്റ് കണക്ഷൻ ഇറാൻ ജാം ചെയ്തിരിക്കുകയാണ്. അവരെന്ത് വെച്ചാണ് ജാം ചെയ്തെന്ന് പറഞ്ഞാൽ, ഇറാന്റെ ഡിഫൻസ് എക്യുപ്മെന്റ്സ് വെച്ചിട്ട് തന്നെയാണ് അവർ ജാം ചെയ്തിരിക്കുന്നത്. എൻറ്റയർ സ്റ്റാർലിങ്ക് പ്രോഗ്രാം ഇറാന്റെ ഉള്ളിലേക്ക് കിട്ടാതിരിക്കാൻ വേണ്ട മാർഗങ്ങൾ ഇറാൻ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ ചെയ്തു? അപ്പോൾ അതിനെക്കുറിച്ചുള്ള അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ്. ഇതൊരു വലിയ സംഭവം തന്നെയാണ്, ഇല്ലാന്ന് പറയാൻ പറ്റത്തില്ല. അതായത് റഷ്യയും ഉക്രൈനും ഇടയിൽ റഷ്യയ്ക്കും ഉക്രൈനും ഇടയിൽ ഇതേപോലെ സ്റ്റാർലിങ്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊന്നും ഈ രീതിയിലുള്ള ഒരു അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, ഏത് സ്റ്റാർലിങ്കിന്റെ ഇന്റർനെറ്റ്. പക്ഷേ ഇറാന്റെ ഉള്ളിൽ ടോട്ടലായിട്ട് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു അവർ. അപ്പോൾ അത് എങ്ങനെ അവർ ചെയ്തു? അപ്പോൾ അതിനെക്കുറിച്ചുള്ള സ്റ്റഡി ഇപ്പം അടുത്ത് നടക്കുകയാണ്. അതായത് പർപ്പസ്ഫുള്ളി ഇപ്പം ഇതിനെ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യാം. പക്ഷേ ഇറാന്റെ പക്കൽ ഇങ്ങനെ ഒരു ടെക്നോളജി ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പം വെസ്റ്റേൺ രാജ്യങ്ങളെ അമ്പരപ്പിക്കുന്ന വിഷയം. ഇനിയിപ്പോൾ ഇറാന്റെ ഉള്ളിൽ ഇനി എന്തെല്ലാം ടെക്നോളജികൾ വെച്ചിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചിന്തയാണ് ഇപ്പം രൂപപ്പെടുന്നത്. അതൊരു സൈഡിലിരിക്കെ ട്രംപ് തുടരെ ഇറാന് മേളിൽ ഭീഷണി തന്നെയാണ് മുഴക്കുന്നത്. പക്ഷേ ഇറാൻ തിരിച്ചും വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ വെല്ലുവിളിക്ക് അധികം ആയുസില്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് കാരണം വേറെ ഒന്നുമല്ല, ഇതിന്റെ പ്രശ്നത്തിന്റെ തുടക്കം, ഇറാന്റെ പ്രശ്നത്തിന്റെ തുടക്കം എന്താണ്? എക്കണോമിക് ക്രൈസിസ്. $1 ഇറാനിയൻ റിയാൽ വൻ തകർച്ചയാണ് നേരിടുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, 11 ലക്ഷം 12 ലക്ഷം കൊടുത്താണ് ഇറാന്റെ ഉള്ളിൽ ഇപ്പോൾ $1 വില വരുന്ന ഒരു ചായ കുടിക്കാൻ പറ്റുക. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പോൾ ആ അവസ്ഥയിൽ ഇപ്പം എല്ലാ സ്ഥാപനങ്ങളും ഇപ്പം ഷട്ട് ഡൗൺ ചെയ്തിരിക്കുകയാണ്. ബാങ്ക് പ്രവർത്തിക്കുന്നില്ല, അതുപോലെ പണമിടപാട് നടത്തുന്ന ഒരു സ്ഥാപനങ്ങളും അവിടെ പ്രവർത്തിക്കുന്നില്ല. ഇനിയിപ്പം ഇവരൊരു പക്ഷേ ഇപ്പം ഈ ഒരു പ്രതിസന്ധിയൊക്കെ മറികടന്ന് ഇവർ ഈ പ്രതിഷേധക്കാരെയൊക്കെ അടിച്ചൊതുക്കി ഒരു മൂലയിലാക്കിയിട്ട് ഇവർ വീണ്ടും രാജ്യത്ത് സമാധാനം തിരികെ കൊണ്ടുവന്ന് ഇവരുടെ സെക്യൂരിറ്റി സിസ്റ്റം എല്ലാം ഇംപ്ലിമെന്റ് ചെയ്ത് ഇവർ ബാങ്കിങ് സിസ്റ്റം ഒക്കെ തിരിച്ച് ഓപ്പൺ ആക്കുന്ന വെച്ചോ. അപ്പോഴേക്ക് ഇവർ വീണ്ടും സ്റ്റോക്ക് മാർക്കറ്റിന്റെ കാര്യങ്ങളൊക്കെ ഓപ്പൺ ആക്കും. അങ്ങനെ ഓപ്പൺ ആക്കുമ്പോഴാണ് ഇവർക്ക് വീണ്ടും തിരിച്ചടി കിട്ടാൻ പോകുന്നത്. കാരണം വീണ്ടും ഇതിന്റെ മൂല്യ തകർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കും, ഈ കറൻസിയുടെ മൂല്യ തകർച്ച. അപ്പോൾ അതായത് ഇറാന്റെ മേളിൽ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇന്ത്യയെ തന്നെ എടുത്തോളൂ. ഇന്ത്യ ഡോളറിനെതിരെയുള്ള ഒരു മൂല്യ തകർച്ച പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട്
കുറച്ച് ഡോളർ വിറ്റുകൊണ്ട് RBI നിന്നുള്ള ഡോളർ റിസർവിൽ ഒരു 50 ബില്യൺ വിറ്റുകൊണ്ട് നമ്മളുടെ കറൻസി ഒന്ന് പിടിച്ചു നിർത്താമെന്ന് തീരുമാനിച്ച് മുന്നോട്ട് പോകാനിരുന്ന സാഹചര്യത്തിലാണ് അമേരിക്ക ഇന്ത്യക്ക് മേളിൽ ഞങ്ങൾ 500% താരിഫ് ഇടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള പ്രഖ്യാപനമായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ പ്രഖ്യാപനം വന്ന ആ പർട്ടിക്കുലർ ഡേയിൽ ഇന്ത്യക്കുള്ളിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ചെറിയൊരു അൺസർട്ടനിറ്റി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു വോളറ്റിലിറ്റി ഫീൽ ചെയ്തു. അപ്പൊ അമേരിക്ക ഏത് തരത്തിൽ പ്രഖ്യാപിച്ചാലും ചെറിയൊരു 1-2 ദിവസത്തേക്ക് ഒരു അൺസർട്ടനിറ്റി എന്തായാലും ഉണ്ടാവും. മാർക്കറ്റ് സ്റ്റേബിൾ ആയാൽ മാത്രമാണ് പിന്നീട് ഇൻവെസ്റ്റേഴ്സ് താല്പര്യത്തോടു കൂടി വീണ്ടും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് ഇമീഡിയറ്റ് ആയിട്ടുള്ള പല പ്രഖ്യാപനങ്ങളും അമേരിക്കയിൽ നിന്ന് വരുമ്പോൾ അത് പല രാജ്യങ്ങളുടെയും മാർക്കറ്റിനെ പിടിച്ചുലക്കും. അപ്പൊ ആ രീതിയിൽ ഇന്ത്യക്ക് തന്നെ ഈ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഇറാൻ എമ്മാത്രം, അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം ഇറാന് മേളിൽ ഞാൻ ആക്രമിക്കുമെന്ന് ട്രംപ് പറഞ്ഞ ഉടനെ തന്നെ അവിടെ കംപ്ലീറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് ആയിക്കോട്ടെ, അവിടുത്തെ ഇൻവെസ്റ്റ്മെന്റ് ആയിക്കോട്ടെ, അവിടുത്തെ കച്ചവടം തന്നെ ഒന്നും നടക്കാത്ത അവസ്ഥയിലായിത്തീരും. അപ്പൊ വീണ്ടും ഇവരുടെ കറൻസി മൂല്യം ഇടിഞ്ഞ് തറപറ്റി പോകുന്ന അവസ്ഥയായിരിക്കും. അങ്ങനെ വീണ്ടും എക്കണോമിക്കലി ഒരു നല്ല വൻ തകർച്ചയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവും. ഇത് വീണ്ടും ആ രാജ്യത്തിന്റെ ഉള്ളിൽ ഒരു അൺസർട്ടനിറ്റി ക്രിയേറ്റ് ചെയ്യും. ഇതുപോലെ വീണ്ടും അവിടെ പ്രതിഷേധം ആളിക്കത്താനുള്ള സാഹചര്യമുണ്ട്. അപ്പൊ ആ സാഹചര്യത്തിൽ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇറാൻ ഇതിനു മുമ്പ് പയറ്റിയ അടവുകൾ പോലെ ഞങ്ങൾ $7 വെച്ച് ഒരു വീക്കിന് കൊടുക്കാം, അല്ലെങ്കിൽ $10 വെച്ചിട്ട് ഒരു വീക്കിൽ കൊടുക്കാം, എയ്ഡ് കൊടുത്ത് ജനങ്ങൾക്ക് അവർക്ക് പർച്ചേസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചിട്ട് കാര്യമില്ല. ഒരുപാട് കാലത്തേക്ക് ഇങ്ങനെ നമുക്ക് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷെ അതേ സാഹചര്യത്തിൽ ഇറാൻ അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ച് തീരുമാനങ്ങൾ എടുത്ത് വേണമെങ്കിൽ ഫോഴ്സ് ഉപയോഗിച്ച് അവർക്ക് കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. പക്ഷേ പട്ടിണി തുടരും, അതാണ് മനസ്സിലാക്കേണ്ടത്. നേരെ ജർമ്മനിയും ഇന്ത്യയും തമ്മിൽ നടത്തിയ ആ ഒരു കൂടിക്കാഴ്ച, അതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ ജർമ്മനിയുടെ ചാൻസലർ ഒരു ഡയലോഗ്, ആ ഡയലോഗ് എന്താണെന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ടുള്ള ഡയലോഗാണ്. പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചത്, അതായത് ഇന്ത്യയും ജർമ്മനിയും തമ്മിൽ ഡിഫൻസ് ഡീൽ അത് വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ അത് എന്താണ് അതിന് ഗുണം എന്ന് പറഞ്ഞാൽ, ഇന്ത്യ ഇപ്പം കുറെ അധികം ഈ ഡിഫൻസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യയാണ് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ജർമ്മനിയുമായിട്ടുള്ള ഈ ഒരു ബന്ധം, ഡിഫൻസ് ഡീൽ, റഷ്യയുടെ ഡിപ്പെൻഡൻസി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യക്ക് സഹായകരമാകും എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചത്. പക്ഷെ അത് ഇന്ത്യക്ക് അത്ര താല്പര്യപ്പെട്ടില്ല. അത് ഇന്ത്യ വളരെ കൃത്യമായിട്ട് പറഞ്ഞത്, നമ്മൾ എല്ലാം കേൾക്കും, പക്ഷേ ഇന്ത്യ പണ്ടത്തെ പോലെ എല്ലാ അഡ്വൈസുകളും ഉപദേശങ്ങളും കേൾക്കുന്ന രീതിയിലല്ല ഉള്ളത്. ഇന്ത്യക്ക് വേണ്ടത് മാത്രമേ ഇന്ത്യ സ്വീകരിക്കൂ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഇന്ത്യ പറഞ്ഞിട്ടുണ്ടെങ്കിലും ജർമ്മനിയുടെ ചാൻസലർ ആയിട്ടുള്ള മെർസ് ഫ്രെഡറിക് ഇരിക്കുന്ന സ്റ്റേജിൽ തന്നെ ഇന്ത്യ അതിനുള്ള മറുപടി കൊടുത്തു. വിക്രം മിശ്രി, നമ്മളുടെ ഫോറിൻ സെക്രട്ടറിയാണ് വിക്രം മിശ്രി. അപ്പം പുള്ളിക്കാരൻ വളരെ കൃത്യമായിട്ട് അവിടെ ഇരുന്ന് പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞാൽ, അതായത് ഈ റഷ്യ ഇന്ത്യക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ്, ലോങ് ടേം റിലേഷൻഷിപ്പിലുള്ള ഒരു രാജ്യമാണ്. അപ്പൊ അതുകൊണ്ട് ജർമ്മനിയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ഒരിക്കലും റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിലേക്ക് ഒരു തടസ്സമാകുന്നില്ല. ഇത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇന്ത്യയുടെ നിലപാടുകൾ വളരെ വ്യക്തമാണ്. ഒരു രാജ്യത്തിന്റെ റിലേഷൻഷിപ്പിനെ എടുത്തുകൊണ്ട് മറ്റൊരു രാജ്യത്തിന്റെ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പുമായിട്ട് കൂട്ടിക്കുഴയ്ക്കുന്ന ഏർപ്പാട് ഇന്ത്യക്ക് ഇല്ല എന്നുള്ളതാണ് വ്യക്തമായിട്ട് ഇന്ത്യ പറഞ്ഞ മെസ്സേജ്. ഇത് ജർമ്മനിയുടെ ചാൻസലറിന് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതിലൂടെ മറ്റൊരു മെസ്സേജും കൂടി ഇന്ത്യ അങ്ങോട്ട് അഡ്വാൻസ് ആയിട്ട് കൊടുത്തു. അതായത് ഇപ്പം ഇറാനിൽ ഒരു അൺസർട്ടനിറ്റി ആണല്ലോ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇറാന്റെ സ്ഥിതിഗതികൾ ഇന്ത്യ വിലയിരുത്തുന്നുണ്ട്. ഇന്ത്യയുടെ ചാബഹാർ പോർട്ട് അവിടെ ഉണ്ട് എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിഷയം കൂടിയാണ്. ഇന്ത്യയുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യാപാര റൂട്ടാണത്. അപ്പൊ ആ റൂട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇന്ത്യക്ക്. നമ്മൾ അവിടുത്തെ സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തുകയാണ്. കാരണം ആ ചാബഹാർ റൂട്ട് എന്നുള്ളത് യൂറോപ്പിന് വരെ സപ്ലൈ ചെയ്യാൻ പറ്റിയ രീതിയിൽ, അതായത് ഒരു രീതിയിലും യൂറോപ്പിന് കിട്ടേണ്ട സാധനങ്ങൾക്ക് ഒരു തടസ്സവും നേരിടാത്ത രീതിയിൽ നമുക്ക് യൂറോപ്പിന് ഷിപ്മെന്റ് അയക്കാൻ പറ്റുന്ന ഒരു റൂട്ടും കൂടിയാണ് ചബഹാർ പോർട്ട്. അതും കൂടി ഇന്ത്യ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞത്, ഇറാന്റെ സ്ഥിതിഗതികൾ ഞങ്ങൾ വിലയിരുത്തുന്നുണ്ട്, ഇറാന്റെ ഇന്റർണൽ ഇഷ്യൂസ് അവര് സ്വമേധയാ റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോകും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്നാലും ഇന്ത്യ വളരെ കെയർഫുള്ളി അത് മോണിറ്റർ ചെയ്യുന്നു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലൂടെ ഇന്ത്യക്കും ഇറാനും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയും കൂടി ഒന്ന് അടിവരയിട്ട് കാണിക്കാൻ ഇന്ത്യ ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഈ രണ്ട് രാജ്യങ്ങളെ കുറിച്ചുള്ള മെസ്സേജ് വളരെ കൃത്യമായിട്ട് ജർമ്മനിക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് ഇന്ത്യ ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും, ഇന്ത്യയുടെ സ്റ്റേറ്റസ് കോ ഇങ്ങനെ തന്നെയായിരിക്കും മുന്നോട്ട് പോവുക. അൺലെസ് ആ പർട്ടിക്കുലർ രാജ്യങ്ങളുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് ഇന്ത്യ അതിൻ്റെതായിട്ടുള്ള നിലപാടുകൾ എടുക്കുക. അതും ജർമ്മനിയെ നോക്കിയിട്ടോ അമേരിക്കയെ നോക്കിയിട്ടോ, അതായത് വെസ്റ്റിനെ നോക്കിയിട്ടോ അമേരിക്കയെ നോക്കിയിട്ടോ മറ്റ് ഏതൊരു രാജ്യത്തിനെ നോക്കിയിട്ടോ അല്ല ഇന്ത്യ ഒരു രാജ്യവുമായിട്ട് റിലേഷൻഷിപ്പ് വെച്ചിരിക്കുന്നത്. ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുക്കാനാണ് ഈ സ്റ്റേറ്റ്മെന്റ് മെർസ് ഫ്രെഡറിക്കിന്റെ മുന്നിൽ വെച്ച് തന്നെ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയാണ് ഇന്ത്യ ജർമ്മനി റിലേഷൻഷിപ്പ് ഡെവലപ്പായി മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയും ജർമ്മനിയും ഏതാണ്ട് 27ഓളം മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് MOU സൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ഫർദർ ആയിട്ട് ഇതിന്റെ ഡെവലപ്മെന്റ്സ് എങ്ങനെ പോകും എന്നുള്ളത് കണ്ടറിയണം. കാരണം ജർമ്മനി ഇനി യൂറോപ്യൻ യൂണിയനിലേക്ക് പോയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് ഏത് രീതിയിൽ ഡെവലപ്പായി മുന്നോട്ട് വരുന്നുള്ളത് കണ്ടറിയണം കാര്യങ്ങൾ. അതായത് ജനുവരി ലാസ്റ്റ് വീക്കിന് മുൻപ്, അതായത് ഈ മാസം ജനുവരി 31 മുമ്പായിട്ട് ഇന്ത്യയും ജർമ്മനിയും തമ്മിൽ ഒരു ട്രേഡ് ഡീല് സൈൻ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ട്രേഡ് ഡീൽ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ജർമ്മനി ഇന്ത്യയുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ്, ലോങ് ടേം റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഇഗ്നോർ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ്. അതാണ് നമുക്ക് ഈ ഒരു മീറ്റിംഗിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. പിന്നെ പല വാർത്താ മാധ്യമങ്ങളും ജർമ്മനിയും ഇന്ത്യയും തമ്മിലുള്ള മീറ്റിങ്ങിനെ ഭയങ്കരമായിട്ട് പരിപോഷിപ്പിക്കുന്നുണ്ട്. അത് പല രീതിയിലും പാർട്ടി ഓറിയന്റഡ് ആയിട്ടൊക്കെ എടുത്ത് വെച്ച് സംസാരിക്കുന്നുണ്ട്. അതൊക്കെ ഒരു സൈഡിൽ വെറുതെ പൊങ്ങച്ചതിന് പറയാന്നേ ഉള്ളൂ.
പക്ഷേ യഥാർത്ഥ കാരണങ്ങൾ അതിന്റെ ഡീപ്പ് റൂട്ടിൽ പോയിട്ട് നമുക്ക് ഇവരുടെ രണ്ട് രാജ്യങ്ങളുടെയും സ്പീച്ച് നമ്മൾ ഡയറക്റ്റായിട്ട് കേട്ട് മനസ്സിലാക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഡീകോഡ് ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങളാണ് ഇപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞു വെച്ചത്. എന്തായാലും വരും ദിവസങ്ങളിൽ ജർമ്മനി എങ്ങനെയാണ് ഇന്ത്യയുമായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളത് അനുസരിച്ചിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പൊ എന്തായാലും ഇപ്പൊ നിലവിൽ നമുക്കൊരു നിഗമനത്തിൽ അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിൽ എത്താൻ കഴിയില്ല. അപ്പൊ എന്തായാലും സമഗ്രമായ കുറെ വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.